ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിന് നെയ്മീൻ കറി വെച്ചാലോ? വരൂ വീഡിയോയിലേക്ക്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. കൂട്ടത്തിൽ ലൈക്കും ഷെയറും തരാൻ നിങ്ങൾ മറക്കരുത്. അപ്പം നമ്മുടെ നെയ്മീനൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറി വെക്കുന്നതിന് വേണ്ടി നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ മസാലകളൊക്കെ ഒന്നിച്ച് ഡയറക്റ്റ് എല്ലാം ഇട്ട് വഴറ്റുന്നാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം ഞാനത് എന്തൊക്കെ മസാലകളാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മുളക് പൊടി, മല്ലിപ്പൊടി, ചെറിയ ഉള്ളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയുമാണ് ഞാൻ ഈ നെയ്മീൻ കറി വെക്കുന്നതിന് മസാലയായിട്ട് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വഴറ്റണം. ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിന് വേണ്ടുന്ന ഗ്രേവിക്ക് വേണ്ടുന്ന വെള്ളം നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് അതിനാവശ്യത്തിന് വേണ്ടുന്ന ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അതിൽ ഞാനിതാ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കൂട്ടത്തിൽ ഞാൻ ഇത് മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് ഫ്രൈ ചെയ്യാനും വെച്ചു. അതൊരു സ്റ്റൗവിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കഷ്ണങ്ങളൊക്കെ ഞാൻ ആ മസാല തയ്യാറാക്കിയതിൽ ഇട്ട് കൊടുത്തു, ആ ഗ്രേവിയിൽ. അപ്പം നല്ലതായിട്ട് നിന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂട്ടത്തിൽ നമ്മുടെ ഫ്രൈയും റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതിൻ്റെ നന്നായിട്ട് അത് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഭംഗിയായിട്ട്. അപ്പം നമ്മുടെ ഫ്രൈയും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത്രയും ഈ കറിക്ക് വേണ്ടുന്ന മസാലകൾ ഞാൻ ഇത്രയേ ചേർത്തിട്ടുള്ളൂ. കൂട്ടത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മുടെ ഫിഷ് കറി, നെയ്മീൻ ഫിഷ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഈ കറി കൂട്ടി നമുക്ക് ചപ്പാത്തി, ഉച്ചക്കത്തെ ലഞ്ച്, ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും. കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളും ഇതുപോലെ തയ്യാറാക്കുക കേട്ടോ. നമ്മുടെ മീൻ ഫ്രൈയും ഞാനിതാ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.